തൃശൂർ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ നാട് 13 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ഗുരുതര പൊള്ളലേറ്റ 5 പേർ ചികിത്സയിൽ. ദുരന്ത പ്രദേശത്ത് പരിശോധന തുടരുന്നു. തിരച്ചിലിന് കിടാവർ നായ്ക്കളും. അപകടം അന്വേഷിക്കാൻ 18 അംഗ സംഘം. ഭീതി മാറാതെ സമീപവാസികൾ. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ അധ്യക്ഷൻ. സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം നഷ്ടപരിഹാരം. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തു. വീടുകൾക്കുണ്ടായ നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം CMDRF-ൽ നിന്ന് പണം വിനിയോഗിക്കും. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം രാവിലെ 10:30. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കും. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്ന് VN വാസവൻ. കരിയും കരിമരുന്നും വേണ്ടെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യത്തിന് സുരക്ഷയൊരുക്കിയില്ലെന്ന് VD സതീശൻ. അപകടങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ലെന്ന് V മുരളീധരൻ. വെടിക്കെട്ടുകൾ ഒഴിവാക്കണമെന്ന് R ശ്രീലേഖ. വാൽപ്പാറ അപകടത്തിൽ 1 മരണം കൂടി. ബസ് ഡ്രൈവർ നൌഷാദ് മരണത്തിന് കീഴടങ്ങി. ചികിത്സാ പിഴവെന്ന് കുടുംബം. മരണസംഖ്യ 10 ആയി. തമിഴകവും വങ്കനാടും നാളെ ബൂത്തിലേക്ക്. തമിഴകം വിധി എഴുതുക 234 മണ്ഡലങ്ങളിൽ. പശ്ചിമ ബംഗാൾ ആദ്യഘട്ട പോളിംഗിലേക്ക്. സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷ. പഹൽഗാം ഭീകരാക്രമണത്തിന് 1 വർഷം. മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ലെന്ന് പ്രധാനമന്ത്രി. ജമ്മു കശ്മീരിൽ കനത്ത സുരക്ഷ. മോദിക്കെതിരായ മല്ലികാർജുൻ ഖാർഗെയുടെ പരാമർശം ആയുധമാക്കി BJP. കോൺഗ്രസ് അധ്യക്ഷൻ മാപ്പ് പറയണമെന്ന് ആവശ്യം. വാക്കുകൾ പൗരന്മാരോടുള്ള അവഹേളനമെന്ന് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇറാൻ വെടിനിർത്തൽ നീട്ടി ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഒരു ചരക്ക് കപ്പൽ കൂടി ആക്രമിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി IRGC.